കാര്യം പറയൂ. മകൻ നന്നാകാൻ വേണ്ടിയിട്ട് ഉസ്താദിനോടൊന്ന് ഉപദേശിക്കാൻ വേണ്ടി വാപ്പ വന്നതാണ്. എന്റെ മോൻ ഇനി കുഴപ്പമുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു ഉപദേശിക്കണം, നന്നാക്കണം. അപ്പോൾ വരെ ആ മകനെ പറ്റി ഉസ്താദിനോട് പറയുമ്പോൾ വരെ പാപ്പാന്റെ മനസ്സിൽ നീയത്ത് നല്ല നീയത്താണ്. എന്റെ മോൻ ഉസ്താദിന്റെ ഉപദേശം കേട്ട് നന്നാകണം. ഉസ്താദ് പറഞ്ഞാൽ മോൻ കേൾക്കും. അല്ല, എന്റെ മോന് കൂട്ടുകാർക്കിടയിലൊക്കെ വഷളാകണം, മോൻ ഇങ്ങനെയുള്ള ആളാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്നാണ് ബാപ്പാന്റെ നീയത്തെങ്കിൽ ഇതിന് ബാപ്പാക്ക് കുറ്റമാണ്, ശിക്ഷയാണ്. അങ്ങനെ കരുതാൻ പാടില്ല. മോളുടെ കാര്യം പറഞ്ഞിട്ട് അമ്മോ ശങ്കാക്ക് വരികയാണ് മരോന്റെ അടുത്ത്, മോൾക്ക് ഇന്നിൻ തകരാറൊക്കെ ഉണ്ടിട്ടോ, പറഞ്ഞു നന്നാക്കണം എന്ന നിലക്ക് മോളെ പറ്റി മരുമകനോട് പറയുമ്പോ എന്തിന്, നന്നായി ഇണചേരുന്നവരല്ലേ, ഉപദേശിക്കാനും നന്നാക്കാനും എളുപ്പമാർഗമാണല്ലോ. അപ്പോഴും എന്റെ മോള് നന്നാകണമെന്ന ചിന്തയെ ഉണ്ടാകാവൂ. എന്റെ മോള് വഷളാകണമെന്ന ചിന്തയുണ്ടാകാൻ പാടില്ല, കുടുങ്ങിപ്പോകണമെന്ന ചിന്തയുണ്ടാകാൻ പാടില്ല. ആരെപ്പറ്റി മറ്റൊരാളോട് ഉപദേശിക്കുമ്പോഴും നിർദ്ദേശിക്കുമ്പോഴും ആ ഒരു മനസ്ഥിതിയാണ് സ്വീകരിക്കേണ്ടത്. ഈ 10 കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കും നരകത്തിന്റെ ശിക്ഷയിലേക്ക് വിധി എഴുതപ്പെടുമ്പോ അവർക്ക് കാര്യമായി കാതലായി പ്രശ്നമുള്ളത് അവരെ കൽബിനാണ്. സഹോദരങ്ങളെ, പലിശ വാങ്ങുന്നവന്റെ കൽബിൽ എന്താണുള്ളത്? ആർത്തിയാണ്. അവന്റെ ആർത്തി മൂർജിച്ചത് കൊണ്ടാണ്. തെറ്റാണോ ശരിയാണോ അത് വിലയിരുത്താൻ അവന്റെ മനസ്സിന് തോന്നാത്തത്. എല്ലാം ഓരോന്നും എണ്ണി നോക്കൂ. ഗഫലത്ത് കൊണ്ട്, മനസ്സിന്റെ അശ്രദ്ധ കൊണ്ട്, ആത്മീയതയുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന അതിരൂക്ഷമായ തെറ്റുകുറ്റങ്ങളാണ്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ മനസ്സിന്റെ ചിന്തയെ നന്നാക്കണം, നമ്മുടെ മനസ്സിനെ രക്ഷപ്പെടുത്തണം, നമ്മുടെ മനസ്സിനെ സലീമായ കൽബ് പോലെ തിളങ്ങുന്ന കൽബാക്കി മാറ്റണം. അല്ലാഹു നമ്മുടെ കൽബിനെ നന്നാക്കി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഉപദേശിക്കുന്ന എപ്പോഴുമുള്ള ഉപദേശമാണ് സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നതും അവർക്ക് ഗുണം ചെയ്യുന്നതും അവർക്ക് സേവനം ചെയ്യുന്നതും. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആൾക്ക് ബാപ്പാന്റെ ഉമ്മാന്റെ സന്തോഷത്തിന്റെ ഒരു ദുആ കിട്ടിയാൽ എത്ര ഉയർന്ന നിലവാരവും ദുനിയാവിലും ആഖിറത്തിലും സംഭരിക്കാൻ കഴിയും. എത്ര ഉയർന്ന വിധാനത്തിലേക്കും ഉയരാൻ പറ്റും. അതേ സമയത്ത് സഹോദരങ്ങളെ, അവരെ വെറുപ്പ് കിട്ടിയാലോ ഒരു ഉപകാരവും ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് ലിയഅമലിൽ ബാറു ലിവാലിദൈഹി മാ ശാഅ മിനൽ ഖതായ ഫലാ യദ്ഖുലുൻ നാർ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഏതൊരാളുണ്ടോ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും. ആ ഒരു ഗുണവും സേവനവും കൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിസ്കരിക്കാത്ത ആൾ രക്ഷപ്പെടുന്നല്ല. തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമായിട്ടൊക്കെ സംഭവിക്കാലോ, അത് അല്ലാഹു പുറത്തു കൊടുക്കും. അതേ സമയത്ത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആള് എത്ര ത്വാഅത്തുകൾ ചെയ്താലും ഫലൻ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല. വലാ തൻഫഉഹു ത്വാഅ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ നീ നല്ലൊരു യുവത്വമുള്ള ആളാണല്ലോ, നിന്റെ കൂടെ ഇന്ന് രാത്രി ഞാൻ അതിഥിയായിട്ട് നിന്റെ കൂടെ താമസിക്കട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മൂസാ നബിയേ, എന്റെ മൂസാ നബി അലൈഹിസ്സലാമിനെ അറിയാതെ എന്റെ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന മനുഷ്യ, യാ ഹാദാ ഇൻ റളീത ബിമാ ഇൻദി റളീതു, എന്റെ വീട്ടിലുള്ള സൗകര്യങ്ങൾ തൃപ്തിപ്പെടുമോ? എന്നാൽ എനിക്ക് തൃപ്തിയാണ്, എന്റെ വീട്ടിൽ വരാം, നിങ്ങൾക്ക് താമസിക്കാം. മൂസാ നബി അലൈഹിസ്സലാം ആളെ പരിചയപ്പെടുത്താതെ പറഞ്ഞു, ഖദ് റളീതു ബിമാ ഇൻദക്, എന്താണോ നിന്റെ വീട്ടിലെ സൗകര്യം എനിക്കത് മതി, ഏറെയൊന്നും എനിക്ക് വേണ്ട, ഞാനതിൽ തൃപ്തിപ്പെടും. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കടയിലേക്ക് നീങ്ങി. കടയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമും പോയി. നോക്കുമ്പോ ആ ചെറുപ്പക്കാരൻ നല്ലൊരു ഇറച്ചി വെട്ടുകാരനാണ്. ഇറച്ചി വെട്ടിയിട്ട് വിൽപ്പന നടത്തുന്ന ആളാണ്. അവിടെ ഒരു ഭാഗത്ത് അതിഥിയെ ഇരുത്തി. അതിഥി മൂസാ നബിയാണെന്ന് ചെറുപ്പക്കാരൻ അറിയില്ലല്ലോ. ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞു. വിൽപ്പനയെല്ലാം കഴിഞ്ഞ് അതാ ഈ ചെറുപ്പക്കാരന്റെ പണി നോക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം കാണുന്നുണ്ട്. ഏതൊരു ഇറച്ചിയിൽ നിന്നും നല്ല സ്മൂത്തായ ഭാഗങ്ങൾ മുറിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നു. പെട്ടെന്ന് വേവിക്കാനും പെട്ടെന്ന് കടിക്കാനും ദഹിക്കാനും പറ്റുന്ന മാംസ കഷ്ണങ്ങളില്ലേ, അത് മുറിച്ചൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നു. പോകാനാകുമ്പോ ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ കൂടെ വീട്ടിലേക്ക് പോയി. ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയപ്പോൾ
കൊണ്ടുവന്ന സ്മൂത്തായ ഇറച്ചി കഷ്ണങ്ങൾ, വളരെ സോഫ്റ്റായ ഇറച്ചിയുടെ ഭാഗങ്ങൾ, അത് കുറച്ച് ഉപ്പ് തേച്ചുകൊണ്ട് വേവിക്കുന്നത് കണ്ടു. അങ്ങനെ വേവിച്ചൊരു പാത്രത്തിലാക്കിയിട്ട് ആ പാത്രത്തിൽ ഈ ഇറച്ചിയും പിടിച്ച് കഴിക്കാനുള്ള ഭക്ഷണവും പിടിച്ച ആ ചെറുപ്പക്കാരൻ വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം നോക്കുന്നു, എന്താണ് ഈ ചെറുപ്പക്കാരന് പണി? പിന്നെ തൊട്ടടുത്തൊരു റൂമിലേക്ക് പോകുന്നു. ആ റൂമിൽ 2 കൊട്ടയുണ്ട്. 2 കൊട്ടയും മുകളിലേക്ക് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു കൊട്ട തായോട്ടിറക്കി, വളരെ പതുക്കെ സാവകാശമാണ് ഇറക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് ഏന്തി നോക്കിയപ്പോ ഒരു വയസ്സായ വൃദ്ധനായ അങ്ങേയറ്റത്തെ പ്രായമുള്ള ഒരു ഉപ്പയാണ് ആ കൊട്ടയുടെ ഉള്ളിലുള്ളത്. 2 കണ്ണിന്റെ ഭാഗത്തേക്ക് പുരികം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത്രയും വാർദ്ധക്യമുണ്ട്. കൊട്ടയിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് മുഖം കഴുകി, വസ്ത്രങ്ങളൊക്കെ കഴുകി, നല്ലവണ്ണം ശരീരത്തിൽ വെള്ളമൊഴിച്ച് വൃത്തിയാക്കി, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു. ഈ ചെറുപ്പക്കാരൻ പത്തിരിയെടുത്ത് അതിങ്ങനെ പതുക്കെ പതുക്കെ നനച്ച് കുഴച്ച് അങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് പൊടിയാക്കി വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. മതിയെന്ന് പറഞ്ഞപ്പോ വെള്ളം കൊടുക്കുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് വെള്ളവും മതി എന്ന് പറഞ്ഞു. അപ്പ ആ കൊട്ടയിൽ നിന്നൊരു സംസാരം, യാ വലദീ, എന്റെ മോനെ, ലാ ഖയ്യബല്ലാഹു സഅയക മഈ, ഞാൻ ഇത്രയും പ്രായാധിക്യത്തിലായിട്ടും എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന സേവനം അല്ലാഹു വെറുതെയാക്കൂല. വജഅലക റഫീഖൻ ലിമൂസ ബിൻ ഇംറാന ഫിൽ ജന്ന. ഭക്ഷണമൊക്കെ കിട്ടിയ ഉപ്പ പറയുന്നത്, പ്രായം അങ്ങേയറ്റമുള്ള ഉപ്പ പറയുന്നത്, മൂസാ നബിയുടെ കൂടെ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ കൂട്ടുകാരനാക്കി തരട്ടെ. ഇപ്പുറത്തുനിന്ന് മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ സാഗൂതം ശ്രവിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് ഉപ്പയാണെന്ന് മനസ്സിലാക്കി. കാരണം ശരീരം മുഖം കണ്ടപ്പോ മനസ്സിലായി. താടിയൊക്കെ ഉണ്ട്, താടി രോമങ്ങളൊക്കെ നിരബാധിച്ചിട്ടുണ്ട്, പുരികത്തിന്റെ ഭാഗം ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. പതുക്കെ നോക്കുന്നുള്ളൂ, ഒരു ചെറിയ വര മാത്രമേ കാണുന്നുള്ളൂ. അത്രയും പ്രായമുണ്ട്. ഈ ഭാഗം ഇങ്ങോട്ട് തൂങ്ങണമെങ്കിൽ, കണ്ണിന് മറയായി തൂങ്ങണമെങ്കിൽ നല്ല പ്രായം വേണം. പതുക്കെ ആ കൊട്ട അങ്ങനെ അവിടെ വെച്ചു. മറ്റൊരു കൊട്ടയും കൂടി എടുക്കുന്നുണ്ട്. ആ കൊട്ടയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം നോക്കുകയാണ്. അപ്പോ നേരത്തെയുള്ള ആ ഉപ്പയെ ചെയ്തതുപോലെ ഈ കൊട്ടയിലുള്ള ആ വളഞ്ഞു കിടക്കുന്ന പ്രായമുള്ള ശരീരത്തെ കൊണ്ടുപോയി മുഖം കഴുകി വസ്ത്രങ്ങളൊക്കെ ചേഞ്ച് വരുത്തി ശരീരത്തിന്റെ ഭാഗത്തൊക്കെ വെള്ളം നനച്ച് തുടച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രം കൊടുത്ത് നേരെ മടിയിൽ കൊണ്ടുവന്ന് ഇരുത്തി നോക്കുന്ന സമയത്ത് പ്രായം ചെന്നൊരു വൃദ്ധയാണ്. നബിക്ക് മനസ്സിലായത് ഉമ്മയായിരിക്കുന്നു. അങ്ങനെ നേരത്തെ കൊടുത്തതുപോലെ ഭക്ഷണങ്ങളോ കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉമ്മയും പറഞ്ഞു, അൽഹംദുലില്ലാഹ് യാ വലദീ ലാ ഖയ്യബല്ലാഹു സഅയക മഈ, എന്റെ കൂടെയുള്ള നിന്റെ സേവനം അല്ലാഹു തആല വെറുതെയാക്കൂല. വജഅലക റഫീഖ മൂസ ബിൻ ഇംറാന ഫിൽ ജന്ന. ഉപ്പ പറഞ്ഞ അതേ ദുആ ഉമ്മയും പറയുന്നു. സ്വർഗ്ഗത്തിൽ മൂസാ നബിയുടെ കൂടെ നിന്നൊരു കൂട്ടുകാരനാക്കി അല്ലാഹു മാറ്റി തരട്ടെ. ആ കൊട്ടയും ആ സ്ഥാനത്ത് വെച്ചു. ഇത് രണ്ടും കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഉപ്പയോടും ഉമ്മയോടും ഒരു ചെറുപ്പക്കാരൻ, നല്ല തുടിപ്പുള്ള ശരീരമുള്ള ചെറുപ്പക്കാരൻ, ഒരു വിഷമവും കാണിക്കാതെ, അവരൊന്നും മരിച്ചു കിട്ടാൻ പോലും ദ്വാരക്കാതെ, സ്വന്തം മക്കളെ നോക്കും പോലെ, പേരക്കുട്ടികളെ നോക്കും പോലെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ പരിചരിക്കുന്ന രംഗം കണ്ട് മൂസാ നബി അലൈഹിസ്സലാം വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോ മൂസാ നബി അലൈഹിസ്സലാം കണ്ണു തുടക്കുന്നുണ്ട്. എന്തൊരു സന്തോഷമാണ്! അല്ലാഹ് സ്വർഗത്തിലുള്ള എന്റെ കൂട്ടുകാരന് സ്വർഗം കിട്ടാനുള്ള കാരണങ്ങളൊക്കെ അറിഞ്ഞു. സന്തോഷം കൊണ്ട് കരഞ്ഞിട്ട് മൂസാ നബി അങ്ങ് ഇറങ്ങിപ്പോകുമ്പോ പിന്നാലെ ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്നോട് പറയാതെ പെട്ടെന്ന് പോന്നു കളഞ്ഞല്ലോ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, യാ അഖീ, സഹോദരാ, മാന മുഹ്താജുൻ ഇലാ തആമിക്, നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ. വലാകിൻ സഅൽതുല്ലാഹ അയ്യുരിയനി റഫീഖി ഫിൽ ജന്ന, ഞാൻ അല്ലാഹുവോട് ചോദിച്ചിരുന്നു, മരിക്കുന്നതിന്റെ മുമ്പ് സ്വർഗത്തിലുള്ള എന്റെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരണം. അല്ലാഹു തആല എനിക്ക് വഹി അറിയിച്ചത് പ്രകാരം ഞാൻ ഈ നഗരത്തിൽ വന്നു. നിങ്ങളാണ് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ
തമ്പുരാനെന്ന് എനിക്ക് മനസ്സിലായി. ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എനിക്ക് മനസ്സിലായില്ലല്ലോ. അന മൂസ ബിനു ഇമ്രാൻ, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. ആ വിവരം കേട്ട ഉടനെ ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീണുപോയി. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിനെ ആലിംഗനം ചെയ്ത് സന്തോഷത്തോടെ മൂസാ നബി ഞാൻ പോകുകയാണെന്നും പറഞ്ഞു പോയി. സ്വർഗത്തിന് നാളെ പോകാനുള്ള കൂട്ടുകാരനെ ഇവിടെ വെച്ച് തന്നെ കണ്ട് ആലിംഗനം ചെയ്തിട്ട് അവസാനം ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ ആലോചിക്കണം, ബാപ്പാന്റെ ദുആ, ഉമ്മാന്റെ ദുആ, എത്ര വലിയ സ്ഥാനാണ് ആ ബാപ്പയും ഉമ്മയും ഈ മോന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുന്നത്. അവരാ ഒരു പൊരുത്തമുള്ള നോട്ടം, ഒരു ദുആ ദുനിയാവെന്ന് നേടിയെടുക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരിക്കലും വെറുപ്പിന്റെ ഒരു സ്വരം ഉണ്ടാകരുത്, അങ്ങനെ മനസ്സിലൊരു ലാഞ്ചന പോലും ഉണ്ടാകരുത്. അത്രയും ക്ലിയറായി കൃത്യമായി നോക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണ്ടേ? ബാപ്പാനോടും പറഞ്ഞു, രണ്ടാളെയും കൊട്ടങ്ങനെ താഴോട്ട് ഇറക്കി വെച്ചിട്ട് നിങ്ങളെ രണ്ടാളെയും ദുആ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ എന്റെ കൂടെ ഇവിടെ ഒരാൾ വന്നില്ലേ, അത് മൂസാ നബിയാണ്. ഉമ്മ മൂസാ നബിയാണ് ആ വന്നത്. ഉപ്പാ സ്വർഗത്തിലുള്ള കൂട്ടുകാരനെ കാണാൻ വന്നതാണ്. ആ രണ്ട് വാർത്ത കേട്ട ഉടനെ തന്നെ ബാപ്പയും ഉമ്മയും ഉടനെ മരിക്കുന്നു. ഒരു ശബ്ദം അങ്ങ് പുറപ്പെട്ട് പിന്നെ മരിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാം ആ കൂട്ടുകാരന്റെ അടുത്തേക്ക് വന്നു. ബാപ്പയും ഉമ്മയും മരിച്ചു എന്നുള്ള വിവരം കിട്ടിയപ്പോ അവരടുത്ത് വന്നിട്ട് മരണാനന്തര കർമ്മങ്ങളിൽ സംബന്ധിച്ചു. ചെറുപ്പക്കാരൻ പിന്നെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒരുപാട് കാലം ജീവിച്ചു. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട, പകർത്തേണ്ട ഒരധ്യായം ഒന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാനും അവരെ പൊരുത്തം സമ്പാദിക്കാനും അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.